ഹായ്, ഇന്ന് ഞാൻ കൊച്ചുള്ളി വെച്ച് തീയലാണേ വെച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് വെച്ചതെന്ന് നോക്കാമേ. അപ്പോൾ ഇച്ചിരി ഏറെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് തീയലൊക്കെ വെച്ചാൽ ഒരു 2-3 ദിവസം കൂട്ടാം കേട്ടോ. അപ്പം ഞാൻ ഇത്രയും കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് നല്ല വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ട് വേണേലും തീയൽ വെക്കാം. അതൊരു 2-3 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇച്ചിരി ഏറെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കൊച്ചുള്ളി അരിഞ്ഞെടുത്തപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നേ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഏറെ ഉണ്ടായിരുന്നേ, അതുകൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാമേ. ഇത് നല്ല ഒന്ന് വഴണ്ട് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചട്ടിയിലായതുകൊണ്ട് ഒന്ന് ചൂട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വഴണ്ട് വന്നോളൂ. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് ഒന്ന് പെതുക്കെ വഴട്ടിയെടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിയൊക്കെ ഞാൻ വഴട്ടിയെടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്, അത് തിരുമ്മി എടുത്തിട്ടുണ്ട്. ശകലം കൊച്ചുള്ളി, 2 വറ്റൽമുളക്, ഇച്ചിരി കറിവേപ്പില, മുഴുവൻ കുരുമുളകും ഉലുവയൊക്കെ ഉണ്ട്, അതുകൂടി ഇടാം കേട്ടോ ഈ സമയത്ത്. അല്ലെങ്കിൽ പൊടി ചേർത്താലും മതി. ശകലം ഒരു നുള്ളു വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നല്ല പോലൊന്ന് ഇളക്കി കൊടുക്കണം. തീയലിന് വറക്കാൻ നേരം, തേങ്ങ വറക്കാൻ നേരം മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തേങ്ങയെല്ലാം ഒരേ അളവിൽ കിടക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് വഴട്ടിയെടുക്കുമ്പോൾ പെട്ടെന്നത് നമുക്ക് ബ്രൗൺ കളറിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ട് ക്രഷൊന്നും ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് ചെയ്യുന്നത്. സിമ്മിലിട്ടിട്ട് അടി കരിയാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒരു സൈഡിൽ ഞാൻ ഉള്ളിയും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടും കൂടെ ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളറാവുമേ, അതുവരെ വറക്കണം കേട്ടോ. സിമ്മിലിട്ടിട്ട് വറുത്താൽ മതി. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ സിമ്മിലിട്ട് വറക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ തേങ്ങ വറക്കാൻ നേരം വേറെ ജോലിയിലൊന്നും പോവല്, കരിഞ്ഞു കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റേ മാറുവേ. അപ്പോൾ ഉള്ളി ഒന്ന് നല്ല വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് ഇത്രയും വഴണ്ടാൽ മതി, ഒരുപാട് അങ്ങ് വഴട്ടിയെടുക്കണ്ട കേട്ടോ. അപ്പം നല്ല വാടി വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. തേങ്ങ വറുത്തെടുക്കുമ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടി കരിയാനുള്ള ചാൻസ് കുറവായിരിക്കും. പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കണ്ടോ ചിലതൊക്കെ ഒന്ന് കളറ് മാറാനുണ്ട്. മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ കിടക്കുകയും ചെയ്യും, ഒരുപോലെ നമുക്ക് പെട്ടെന്ന് കളർ മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഞാൻ തേങ്ങ തിരുമ്മി അതുപോലെ തന്നെയാണ് വെച്ചത്. അപ്പം നല്ല കാപ്പിപ്പൊടി കളറ്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഇത് നല്ല തീ കയറി കിടക്കുവാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ടിട്ടൊന്ന് വഴറ്റി സിമ്മിലിട്ടാൽ മതിയേ. പിന്നെ അപ്പോൾ ഇത് നല്ലപോലെ ഒന്നായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടാണ് ഇട്ടത് പൊടികൾ. എന്നിട്ട് പൊടി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടൊന്ന് ചൂടാക്കിയെടുത്തത്. പൊടി കരിഞ്ഞു പോലെങ്കിൽ ഞാൻ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂണിന്. അതേ അളവിൽ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് ഉലുവാപ്പൊടി ഇട്ടായിരുന്നേ. മുഴുവൻ ഉലുവയും കുരുമുളകും ഒക്കെ ഉള്ളവർ ആദ്യം വഴട്ടുന്നതിന് മുന്നേ ഇട്ടാലും കുഴപ്പമൊന്നുമില്ലേ. അത് നല്ലപോലെ സ്റ്റൗ ഓണാക്കി ഞാൻ ആ പൊടികളും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുത്ത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ടോ വെള്ളം മാറ്റാം. കാരണം ഈ ചീനിച്ചട്ടിയിൽ നല്ല തീ കയറി കിടക്കുന്നതുകൊണ്ട് കരിയും പെട്ടെന്ന്. പ്ലേറ്റിലോട്ട് മാറി ഇതൊന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം തൊടാതെ ഇത് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി അതിനകത്തിട്ട് വേണം ഇതൊന്ന് അരയ്ക്കാൻ. അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും കാണില്ല കേട്ടോ ജാറിൽ. ഇതിൽ വെള്ളം ഒഴിക്കാതാണ് ഞാനിത് അരയ്ക്കുന്നത്.
അപ്പോൾ ഇത് നല്ല മഷി പോലെ അരയണം. അരഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ അരപ്പിനകത്ത് നല്ല എണ്ണ തെളിഞ്ഞ് കാണാം. അതുവരെ നമ്മൾ ഈ മിക്സിയുടെ ജാറിനകത്ത് ഇതിട്ട് നല്ല അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ജാറിനകത്തോട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും പൊടികളും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുരുമുളക് പൊടി ചേർക്കത്തില്ല, എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് സ്പീഡിലിട്ടൊന്ന് അരച്ചാൽ മതി. ഒരു 2-3 വട്ടം നമ്മുടെ കൈവച്ച് തന്നെ അരച്ചിട്ട് ഒന്ന് എടുത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ട് ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് ദാണ്ട് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഒരു 3-4 വട്ടം ചെയ്യുമ്പോൾ തന്നെ നല്ല എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. തീയലിന് നമ്മൾ അരയ്ക്കുമ്പം വെള്ളം തൊടാതെ അരച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ തീയലിന്. അപ്പോൾ അതാണ്ട് എണ്ണയൊക്കെ ഏകദേശം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് അരച്ചെടുക്കണേ. ഇതൊന്ന് പൊടിഞ്ഞു വന്നിട്ടേ ഉള്ളേ. ഇതൊന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ സ്പീഡിലിട്ടാണ് അരയ്ക്കുന്നത്, 3-ലിട്ടാണ് അരയ്ക്കുന്നത്. അപ്പം ഇത് നല്ല പോലെ ഒന്ന് നല്ല അരഞ്ഞ് വരും കേട്ടോ. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ, നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുവരെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളി വഴട്ടി വെച്ചേക്കുന്നില്ല, അതിനകത്തോട്ട് ഈ അരപ്പിട്ട് കൊടുക്കണം. നല്ല കട്ടിയായതുകൊണ്ട് വരുന്നില്ല. ഞാൻ പിന്നെ സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയാണ് എടുത്തത്. അത് ആ ഉള്ളി വഴട്ടി വെച്ചേക്കുന്നതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നേ, നെല്ലിക്ക വലിപ്പത്തിന്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ തക്കാളി ഒന്നും ഇടുന്നില്ല കേട്ടോ. തക്കാളി ഇഷ്ടമുള്ളവർക്ക് തക്കാളി ഇടാം. അപ്പം പുളി പിഴിഞ്ഞ് വെച്ച വെള്ളവും പിന്നെ അല്ലാതെ വെള്ളം ഒഴിച്ച് കൊടുത്തേ, ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഉപ്പൂടെ നോക്കി നല്ല തിളച്ച് കുറുകി വരണം, അതുവരെ ഇട്ട് തിളപ്പിക്കണം. അപ്പോൾ അതാണ്ട് നല്ല വെള്ളം പോലെ ഇപ്പോൾ ആയിട്ടില്ലേ. അപ്പോൾ ഉപ്പ് നോക്കി ഞാൻ ഉപ്പൂടെ ചേർത്ത് കൊടുത്തു. ഇതൊന്ന് തിളച്ച് വരുന്നുണ്ടേ. അപ്പോൾ ഇത് നല്ല വെട്ടി തിളച്ച് സിമ്മിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് വെട്ടി തിളച്ച് ഇതൊന്ന് വറ്റി വരണം. അപ്പം നമ്മുടെ തീയൽ റെഡി ആവുമേ. ഇത് നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീയൽ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയും കൂട്ടാം. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. തീയലും ഇച്ചിരി ചോറും തീയലും മോരുകറിയും കൂടെ നല്ല ടേസ്റ്റായിട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതാണ്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. പിന്നെ അതാണ്ട് സൈഡിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ പരുവം. എന്നിട്ട് ലാസ്റ്റ് വേണം ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതാണ്ട് സൈഡിലൊക്കെ നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തീയൽ റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ബായ്.